തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഭക്തി നിർഭരമായി ദേവാലയങ്ങളിലെ പാതിരാ കുർബാന. ചാലക്കുടിയിൽ രണ്ടിടത്തുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. പുഷ്പഗിരിയിൽ ബൈക്ക് തോട്ടിലേക്ക് വീണും കാടുകുറ്റിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞുമാണ് അപകടം. ചേലക്കരയിൽ മധ്യവയസ്കൻ മരിച്ചത് പന്നിയെ കുരുക്കാൻ വെച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ്. 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. വല്ലങ്ങിപ്പാറ മുണ്ടാരപ്പുള്ളി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. എരമംഗലം കുമ്മിപ്പാലം ബണ്ട് തകർന്ന് 200 ഏക്കർ കൃഷി നശിച്ചു. 5 മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ബണ്ടാണ് തകർന്നത്. വാർത്തകൾ വിശദമായി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. നക്ഷത്ര വിളക്കുകൾ തൂക്കിയും പുൽക്കൂടുകൾ ഒരുക്കിയും ഏവരും ക്രിസ്മസിനെ വരവേറ്റു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി തിരുകർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, വ്യാകുലമാതാ ബസിലിക്കയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവലും, മാർത്താമറിയം വലിയ പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ഔഗിൻ കുര്യാക്കോസും കാർമ്മികത്വം വഹിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണുക്കാടനും, കൊടുങ്ങല്ലൂർ സെന്റ് മൈക്കിൾ കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലും കാർമ്മികത്വം വഹിച്ചു. 27-ന് നടക്കുന്ന ബോൺ നതാലെ ഘോഷയാത്രയോടെ തൃശൂരിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും. 15,000-ഓളം ക്രിസ്മസ് പാപ്പമാർ ബോൺ നതാലയുടെ ഭാഗമാകും. പാപമാലിന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കാലത്തിന്റെ പൂർണ്ണതയിൽ ലോകത്തിന്റെ പ്രകാശമായി കന്യകയിൽ നിന്ന് ജാതനായ തിരുക്കുമാരന്റെ ജനന തിരുനാളിൽ സന്തോഷിക്കുന്ന ഞങ്ങളെ പ്രകാശത്തിന്റെ മാർഗത്തിലൂടെ നയിക്കും. ചാലക്കുടിയിൽ 2 ഇടത്തുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. മേലൂർ പുഷ്പഗിരിയിൽ ബൈക്ക് തോട്ടിലേക്ക് വീണും കാടുകുറ്റിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞുമാണ് അപകടമുണ്ടായത്. ആളൂർ ഉറുമ്പൻകുന്ന് പാലയൂർ വീട്ടിൽ കൃഷ്ണന്റെ മകൻ 23 വയസ്സുള്ള ബിനുവാണ് പുഷ്പഗിരിയിലെ അപകടത്തിൽ മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിക്കായിരുന്നു സംഭവം. ദേവരാജഗിരിയിലെ ഉത്സവത്തിൽ പങ്കെടുത്ത് തിരിച്ചുവരവെയായിരുന്നു അപകടം. പാടത്തിന്റെ ഓരത്തുള്ള തോട്ടിലേക്ക് വീണ ബൈക്കിനിടയിൽ യുവാവ് കുടുങ്ങുകയായിരുന്നു. തല വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് കരുതുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് യുവാവിന്റെ മേൽ ബൈക്ക് മറിഞ്ഞ് കിടക്കുന്നത് നാട്ടുകാർ കണ്ടത്. വിവരമറിഞ്ഞെത്തിയ പോലീസും പരിസരവാസികളും ചേർന്ന് ബൈക്ക് ഉയർത്തി നോക്കിയപ്പോഴാണ് ബിനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ടൈൽസ് പണിക്കാരനാണ് ബിനു. കാടുകുറ്റിയിൽ വലിയ മരത്തിങ്കൽ മൈക്കിൾ പിൻഹീരോയുടെ മകൻ 33 വയസ്സുള്ള മെൽവിൻ പിൻഹീരോയാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 9:30 അപകടം. സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയി മടങ്ങുമ്പോൾ മെൽവിൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കോട്ടമുറി ജംഗ്ഷനിൽ വെച്ച് നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു. തലയ്ക്ക് മാരകമായ ക്ഷതമേറ്റ യുവാവിനെ ഉടനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. വീടുകളുടെ അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുന്ന ജോലിക്കാരനാണ് മെൽവിൻ. ചേലക്കരയിൽ മധ്യവയസ്കൻ മരിച്ചത് പന്നിയെ കുരുക്കാൻ വെച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ്. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെങ്ങാനല്ലൂർ വല്ലങ്ങിപ്പാറ മുണ്ടാരപ്പുള്ളി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. കാട്ടുമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ മേഖലയിൽ വൈദ്യുതി കെണി സ്ഥാപിക്കുന്നത് പതിവാണെന്ന് പറയുന്നു. ഞായറാഴ്ച രാത്രിയാണ് ഉണ്ണികൃഷ്ണനെ ഷോക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. എരമംഗലം കുമ്മിപ്പാലം ബണ്ട് തകർന്ന് 200 ഏക്കർ കൃഷി നശിച്ചു. KLDCയുടെ നേതൃത്വത്തിൽ 5 മാസം മുമ്പ് പൂർത്തിയാക്കിയ പുതിയ ബണ്ടാണ് പൊട്ടിയത്. ഇതുമൂലം ആനക്കോൾ പടവിലെ 200-ഓളം ഏക്കർ കൃഷിയാണ് നശിച്ചത്. ഇത് മറ്റു പടവുകളെയും കാര്യമായി ബാധിക്കുകയും കെട്ടിനിർത്തിയ വെള്ളത്തിൽ ഗണ്യമായ കുറവ് നേരിടുകയും ചെയ്യും. പാടശേഖരങ്ങളിൽ നിന്ന് 100 അടി തോട്ടിലേക്ക് വെള്ളമടിക്കുന്ന സമയമാണിപ്പോൾ. ഇടയ്ക്കിടെ ബണ്ടുകൾ പൊട്ടുന്നതുമൂലം കർഷകർ ദുരിതത്തിലാണ്. കൂടുതൽ സമയമെടുത്താണ് പാടശേഖരങ്ങളിലെ വെള്ളം തോട്ടിലേക്ക് അടിച്ച് നടീലിനായി പാടശേഖരങ്ങൾ ഒരുക്കുന്നത്. ബണ്ട് കെട്ടി വെള്ളം വറ്റിച്ച് പാടശേഖരങ്ങൾ നടീലിനായി വീണ്ടും തയ്യാറെടുക്കുമ്പോഴേക്കും സമയവും കൂലി ഇനത്തിലും വളരെയേറെ നഷ്ടമുണ്ടാക്കും. നവംബർ 14-ന് കാട്ടകാമ്പാൽ ചൂണ്ടൻപടവ് ബണ്ട് പൊട്ടിയിരുന്നു. ഇവിടെ താൽക്കാലിക പരിഹാരം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് എരമംഗലം കുഞ്ഞിപ്പാലം ബണ്ട് തകർന്നത്. മേഖലകളിലെ കോൾപ്പാടങ്ങളിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം 100 അടി തോട് വഴി BM കെട്ടിലാണ് സംഭരിക്കുന്നത്. KLDC അധികൃതരും പടവ് കർഷകരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കോവിഡ് വകഭേദമായ ഒമിക്രോൺ JN1 പടരുന്നത് ആശങ്കയാകുന്നു. കഴിഞ്ഞ ദിവസം 4 പേർക്കുകൂടി രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഈ വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണ്. അതിനാൽ ആർജിത പ്രതിരോധശേഷി മറികടക്കാനായേക്കും. കോവിഡിന്റെ വകഭേദമായ ഒമിക്രോണിന്റെ ഉപവകഭേദമാണ് JN1.
കോവിഡ് ബാധിച്ച് രോഗം ഭേദപ്പെട്ടവരെയും വാക്സിൻ എടുത്തവരെയും ഈ വൈറസ് ബാധിക്കും. രാജ്യത്ത് കൂടുതൽ JN1 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഗോവയിലാണ്. തൃശൂർ പൂരം നടത്തിപ്പ് സംബന്ധിച്ച് ആശങ്ക തുടരുന്നു. പൂരം പ്രദർശനശാലയുടെ തറവാടക വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പരിഹാരമാകാതെ നീളുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ വിളിച്ച യോഗം തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. എന്നാൽ ചർച്ച വെറും പ്രഹസനം മാത്രമാണെന്നായിരുന്നു തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ പ്രതികരിച്ചത്. പൂരം ചടങ്ങ് മാത്രമായി നടത്തുമെന്ന മുൻ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കി. പൂരം പ്രദർശനത്തിന് 2,20 ലക്ഷം രൂപ വാടക ലഭിക്കണമെന്ന ആവശ്യത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉറച്ചു നിൽക്കുകയാണ്. ഇത്തവണയും ക്രിസ്മസിന് ബെവ്കോയിൽ റെക്കോർഡ് മദ്യവിൽപ്പന. 3 ദിവസം കൊണ്ട് 154.77 കോടി രൂപയുടെ മദ്യമാണ് ബെവ്കോ ഔട്ട്ലെറ്റ് വഴി വിറ്റത്. ക്രിസ്മസ് തലേന്ന് 70.73 കോടിയുടെ മദ്യവിൽപ്പന നടന്നു. കഴിഞ്ഞ വർഷം 69.55 കോടിയുടെ മദ്യമാണ് വിറ്റത്. മദ്യവിൽപ്പനയിൽ ചാലക്കുടിയാണ് മുന്നിൽ. ക്രിസ്മസ് തലേന്ന് ചാലക്കുടിയിൽ 63,85,290 രൂപയുടെ മദ്യവിൽപ്പനയാണ് നടന്നത്. ഈ വർഷം ഡിസംബർ 22, 23 ദിവസങ്ങളിൽ ബെവ്കോയിൽ 84.04 കോടി രൂപയുടെ മദ്യവിൽപ്പന ഉണ്ടായി. പാമ്പാടി ഐവർമഠം പൊതുശ്മശാനത്തിൽ കളിയാട്ടം ചൊവ്വാഴ്ച നടക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കളിയാട്ടം നടക്കുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ അർദ്ധരാത്രി വരെയാണ് കളിയാട്ടം നടക്കുന്നത്. കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ അനീഷ് പെരുമലയന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ. ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്ന കടങ്ങോട് പഞ്ചായത്തിലെ ചിറമനങ്ങോട് നെല്ലിക്കുന്ന് നുസ്രത്ത് റോഡ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് സഞ്ചാരയോഗ്യമാക്കി. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, ജോജു സ്റ്റീഫൻ, മുഹമ്മദ് റാഫി മാളിയേക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫെറോന ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷം നടന്നു. പാതിരാ കുർബാനയ്ക്ക് ഫാദർ ചാക്കോ ചെറുവത്തൂർ, ഫാദർ ഹാഡ്ലി നീലങ്കാവൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കേക്ക് വിതരണവും കരോൾ ഗാന മത്സരവും ക്രിസ്മസ് ട്രീ പുൽക്കൂട് മത്സരം എന്നിവയും നടന്നു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ 500ഓളം ക്രിസ്മസ് പാപ്പമാർ നിരത്തിലിറങ്ങിയ കരോൾ ഘോഷയാത്ര ശ്രദ്ധേയമായി. സെന്റ് ലാസേഴ്സ് ഇടവകയിലെ 29 കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. നിശ്ചല ദൃശ്യങ്ങൾ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. തമ്പുരാൻപടി സെന്ററിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ദേവാലയത്തിൽ സമാപിച്ചു. തുടർന്ന് കരോൾ ഗാന മത്സരവും പാപ്പ മത്സരവും ഉണ്ടായിരുന്നു. വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി. വികാരി ഫാദർ ജോയ് കൊള്ളന്നൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, കേന്ദ്രസമിതി കൺവീനർ ബിജു മുട്ടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാറപ്പുറം പോളക്കുളത്തിന് ചുറ്റും 1000 നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ച നക്ഷത്ര തടാകം തുറന്നു. ക്രിസ്തുമസ് പുതുവർഷത്തിന്റെ ഭാഗമായി പോളക്കുളം കൂട്ടായ്മയാണ് നക്ഷത്ര തടാകം ഒരുക്കിയത്. 1 ഏക്കർ സ്ഥലത്തെ കുളത്തിനകത്തും വശങ്ങളിലുമായാണ് നക്ഷത്രങ്ങൾ നിറച്ചിരിക്കുന്നത്. നക്ഷത്ര തടാകം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് സ്വിച്ച് ഓൺ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, KP വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു നന്മയുടെ സൗഹൃദത്തിൻ്റെ ഒരു സായാഹ്നം സൃഷ്ടിക്കാൻ ഈ പോളക്കുളം കൂട്ടായ്മയ്ക്ക് നക്ഷത്ര തടാകത്തിന് കഴിഞ്ഞിരിക്കും. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ഇടവക പള്ളിയിൽ ഒരുക്കിയ ക്രിസ്തുമസ് മഹാപ്രദർശനം ശ്രദ്ധേയമാകുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇടവക കൂട്ടായ്മ ബൈബിളിനെ ആസ്പദമാക്കി സമഗ്രമായ ക്രിസ്തുമസ് പ്രദർശനം ഒരുക്കുന്നത്.
മങ്ങാട് ഇടവകയിലെ ആൺപെൺ വ്യത്യാസമില്ലാതെ കൊച്ചുകുട്ടികളും വയോധികരും ഉൾപ്പെടുന്ന കൂട്ടായ്മയാണ് ഇവിടെ ഈ മഹാപ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. ബൈബിളിലെ പ്രധാനപ്പെട്ട 12 രംഗങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. മങ്ങാട് സെന്റ് ജോർജ് ഇടവക പള്ളിയങ്കണത്തിൽ 2 ഏക്കർ വരുന്ന സ്ഥലത്താണ് ക്രിസ്മസ് മഹാപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ബൈബിളിലെ പ്രധാനപ്പെട്ട 12 സന്ദർഭങ്ങളും ക്രിസ്ത്യൻ പൈതൃകങ്ങളും വിശുദ്ധ നാട്ടിലെ രംഗങ്ങളുമാണ് പ്രധാനമായും ചിത്രീകരിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ കഴിവുകളെ പ്രൊഫഷണൽ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നാണ് പ്രദർശനം തയ്യാറാക്കിയത്. കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിലുള്ള 12 യൂണിറ്റുകൾ 12 ബൈബിൾ രംഗങ്ങൾ ഒരുക്കി. മതബോധന വിഭാഗത്തിലെ 14 ക്ലാസുകളും അധ്യാപകരും ചേർന്ന് ക്രിസ്ത്യൻ പൈതൃകങ്ങളെ അവതരിപ്പിച്ചു. ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള ഭക്തസംഘടനകൾ വിശുദ്ധ നാട്ടിലെ വിവിധ രംഗങ്ങളും സന്ദർശകർക്കുള്ള കൗതുകങ്ങളും ചിത്രീകരിച്ചു. ഇടവകാംഗങ്ങളുടെ കൂട്ടായ്മയുടെ വിജയമാണ് വിസ്മയ കാഴ്ച മികവുറ്റതാക്കിയതെന്ന് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ പറഞ്ഞു. ഈ മങ്ങാട് ഇടവക കൂട്ടായ്മയുടെ ഒരു വലിയ സമ്മാനമാണിത്. ഇടവകയിലെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് 25 നോമ്പ് ആഘോഷിച്ചതാണിത്. 24 ദിവസങ്ങൾ കൊണ്ട് ഇവിടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അത് ഒരു പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഒരു കൂട്ടായ്മയുടെയും വലിയ ആഘോഷമാണ്. 23 അടി ഉയരമുള്ള പടുകൂറ്റൻ വാൽനക്ഷത്രം, സമ്മാനങ്ങളുമായി ഹൈഡ്രജൻ ബലൂണിൽ ഉയർന്നു നിൽക്കുന്ന ക്രിസ്മസ് പാപ്പ തുടങ്ങിയവ പ്രദർശനത്തിലേക്ക് കാണികളെ സ്വീകരിക്കുന്നു. അകത്ത് കടന്നാൽ ഹെർമോൺ മലയും ജോർദാൻ നദിയും ഗലീലി തടാകവും മുന്തിരിത്തോട്ടവും മഞ്ഞുമലയും ബെത്ലഹേമിലേതുപോലുള്ള പുൽക്കൂടും സെൽഫി പോയിന്റുകളും കുട്ടികൾക്കുള്ള ഗാർഡനും കളിയരങ്ങുകളും ഗുഹയിലൂടെയുള്ള നടത്തവും പ്രദർശനത്തിന് മൂടികൂട്ടുന്നു. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, ജനറൽ കൺവീനർ പ്രിൻസ്, കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ, ജോസഫ് ആളൂർ, ബാബു പുത്തൂർ, പബ്ലിസിറ്റി കൺവീനർ വിപിൻ വിൻസെന്റ് എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നു. പല രാത്രികളും പകലുകളാക്കി മാറ്റിയ ഒരു വിസ്മയ കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുക. എല്ലാ ആവിഷ്കരണങ്ങളും ബൈബിളിലെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ ആവിഷ്കാരങ്ങൾ. ദൈവത്തിൻ്റെ നല്ലൊരു ഇടപെടലുകളുണ്ടായിരുന്നു. ഈ വിസ്മയ കാഴ്ച അതിമനോഹരമായി. ജനുവരി 6 വരെ നീളുന്ന പ്രദർശന നഗരിയിലേക്ക് എല്ലാ ദിവസവും രാത്രി 10 മണി വരെ സന്ദർശകർക്ക് സൗജന്യമായി പ്രവേശിക്കാം. വിശ്വാസത്തോടൊപ്പം ഇടവകക്കാരുടെ കലാമികവ് പ്രകടമാകുന്ന ഒരു പ്രദർശനം കൂടിയാണിത്. രാവിനെ പകലാക്കിക്കൊണ്ട് 24 ദിവസം നടത്തിയ പ്രവർത്തനമാണ് ഈ വിസ്മയ കാഴ്ച ഇവിടെ നമുക്കായി സമ്മാനിച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. പാലയൂർ ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. തിരുകർമ്മങ്ങൾക്ക് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം നൽകി. ഫാദർ ആന്റോ രായപ്പൻ, ഫാദർ ജോജോ ചക്കുമുട്ടിൽ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ CM ബാബു, സന്തോഷ്, ജോഫി ജോസഫ്, വിവിധ ഭക്ത സംഘടനാ ഭാരവാഹികൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. പാഞ്ഞാൾ പുരാതന സുബ്രഹ്മണ്യൻ കോവിലിൽ മേളം അഭ്യസിച്ച 11 വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. 2 പെൺകുട്ടികളടക്കം 11 വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റം നടത്തിയത്. പാഞ്ഞാൾ തോട്ടത്തിൽ മനക്കുട്ടൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് യൂത്ത് മാർച്ചിന് ചെറുതുരുത്തിയിൽ സമാപനം. മുള്ളൂർക്കര പഞ്ചായത്തിലെ വാഴക്കോട് നിന്ന് ആരംഭിച്ച മാർച്ച് ചെറുതുരുത്തിയിൽ സമാപിച്ചു.
സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TK സൈദലവി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, ജനറൽ സെക്രട്ടറി PM അമീർ, EP കമറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. വഴുക്കുംപാറ മേൽപ്പാതയിൽ റോഡ് ഇടിഞ്ഞ ഭാഗത്തെ കോൺക്രീറ്റ് ഇടൽ പൂർത്തിയായി. നിലവിൽ മണ്ണും JCB മിശ്രിതവും ഉപയോഗിച്ച് ഉറപ്പിക്കുന്ന പണികളാണ് നടക്കുന്നത്. റോഡിൽ വിള്ളലുണ്ടായ ഭാഗം ഉൾപ്പെടെ പൊളിച്ചു നീക്കി 15 അടിയോളം കൂടുതൽ സ്ഥലം എടുത്താണ് നിർമ്മാണം. വഴുക്കുംപാറ മുതൽ കുതിരാൻ വരെയുള്ള മേൽപ്പാതയിൽ മധ്യഭാഗത്തുകൂടിയാണ് അഴുക്കുചാൽ കടന്നുപോകുന്നത്. ഇതിലൂടെ വരുന്ന വെള്ളം താഴേക്ക് എത്തിക്കാൻ റോഡിന് കുറുകെ പൈപ്പിടുന്ന പണികളും അന്തിമഘട്ടത്തിലാണ്. അത് പൂർത്തിയായാൽ പൊളിഞ്ഞ ഭാഗം ടാറിടൽ നടത്തി ഗതാഗതം പുനരാരംഭിക്കാൻ കഴിയുമെന്ന് അധികൃതർ പറഞ്ഞു. 2022 ഡിസംബറിലാണ് മേൽപ്പാതയിൽ വിള്ളലുണ്ടായത്. തുടർന്ന് റോഡ് ഇടിയാൻ തുടങ്ങി. നിർമ്മാണത്തിലെ അപാകതയാണ് റോഡ് ഇടിയാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടി പ്രദേശവാസികളും ജനപ്രതിനിധികളും ഹൈവേ അതോറിറ്റിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. തുടർന്ന് 120 ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും നിശ്ചിത സമയത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാനായില്ല. പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിലൂടെയാണ് ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ ഇപ്പോഴും കടത്തിവിടുന്നത്. എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും വിവിധ അവാർഡ് ദാനവും തൃശൂരിൽ നടന്നു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി AA കുമാരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CS ഇന്ദിരാദേവിക്ക് കർമ്മശ്രീ പുരസ്കാരം സമ്മാനിച്ചു. എക്സിക്യൂട്ടീവ് ട്രസ്റ്റി PR ബാബു, CB ഗീത, PR ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരന്തരമായി കഠിനാധ്വാനം ചെയ്ത് ഇത് സിവിൽ സർജനായി തൃശൂർ സർവീസ് ഡയറക്ടറായി 91 വിരമിച്ചു. വിയൂർ കോടാലി കൊരേച്ചാൽ ശ്രീ കിരാത പാർവതി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ഭക്തിസാന്ദ്രമായി. തക്കുമുറി, ചെട്ടിച്ചാൽ, കോടാലി, ആൽത്തറ, കൊരേച്ചാൽ ചിറ, നവദേശം, ഉദയദേശം എന്നീ പൂരസംഘങ്ങൾ ആഘോഷത്തിൽ പങ്കാളികളായി. കൂട്ടിയെഴുന്നള്ളിപ്പിന് 13 ആനകൾ അണിനിരന്നു. മാവേലിക്കര ഗണപതി ഭഗവതിയുടെ തിടമ്പേറ്റി. പാണ്ടിമേളത്തിന് പെരുവനം സതീശൻ മാരാരും, പഞ്ചാരി മേളത്തിന് കൊടകര ഉണ്ണിയും, തായമ്പകയ്ക്ക് അരുൺ പാലാഴിയും നേതൃത്വം നൽകി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്ത് മനക്കൽ വിഷ്ണു നമ്പൂതിരി, മേൽശാന്തി വെങ്ങഴശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കോടാലി കൊരേച്ചാൽ ശ്രീ കിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തി മഹോത്സവത്തോടനുബന്ധിച്ച് കോടാലി ടൗൺ സെറ്റിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് നടന്ന താലം എഴുന്നള്ളിപ്പ് വർണ്ണക്കാഴ്ചയായി. തെയ്യം, തിറ, കരകാട്ടം, ചെണ്ടക്കാവടി, മയൂരനൃത്തം, പഞ്ചദേവനൃത്തം, ഗരുഡനൃത്തം, നാഗനൃത്തം, ദഫ്മുട്ട്, കോൽക്കളി, ബാൻഡ് വാദ്യം, ശിങ്കാരിമേളം, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ എഴുന്നള്ളിപ്പിന് മാറ്റുകൂട്ടി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ തിരുപ്പിറവി ആഘോഷിച്ചു. സഹവികാരി ഫാദർ ജെറിൻ ജോർജ് വിശുദ്ധ കുർബാന അർപ്പിച്ചു. വികാരി ഫാദർ VM ഷാമുവേൽ ക്രിസ്മസ് സന്ദേശം നൽകി. ട്രസ്റ്റി ഡിക്സൺ ചെറിയാൻ, സെക്രട്ടറി കുഞ്ഞുമോൻ ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫെറോന പള്ളിയിൽ നടന്ന ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികനായി. ഫാദർ എഡ്വിൻ ഐനിക്കൽ സഹകാർമ്മികനായി.
കൈക്കാരന്മാരായ MP ഫ്രാൻസിസ്, CK ജോർജ്, KP ഫ്രിൻഡോ, ബിജോയ് ജോയ്സ് എന്നിവർ നേതൃത്വം നൽകി. അവനെ പിളക്കച്ച് പൊതിഞ്ഞ് ഈ ഒന്നാമത്തെ പേര് നമ്മുടെ എന്ന നഗരത്തിൽ നിന്ന് യൂദയായ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഡേവിഡ് പതിയാരത്തിന്റെ 7ാമത് ചരമവാർഷികം ആചരിച്ചു. UDF എരുമപ്പെട്ടി നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി AV ബിജു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് NK കബീർ, PS സുനീഷ്, MK ജോസ്, നജീബ് കൊമ്പത്തേയിൽ, റുക്കിയ തുടങ്ങിയവർ സംസാരിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൌൺസിൽ മുസാഫക ജില്ലാ ഇസ്ലാമിക കലാസാഹിത്യ മത്സരം സംഘടിപ്പിച്ചു. ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് P. മൊയ്തീൻകുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. മദ്രസകളുടെ കോർഡിനേറ്റർമാർക്കുള്ള അവാർഡ് ദാനം SKJMMC പരീക്ഷാ ബോർഡ് ചെയർമാൻ കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ നിർവഹിച്ചു. വടക്കാഞ്ചേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം നടന്നു. DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷഫീഖ്, AR കൃഷ്ണൻകുട്ടി, K ചന്ദ്രശേഖരൻ, VA ഷാജി, KR സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി മച്ചാട് മാമാങ്കം മണലിത്തറ ദേശത്തിന്റെ വിളംബര പത്രിക പ്രകാശനം മച്ചാട് തിരുവാണിക്കാവിൽ നടന്നു. വേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ഒറ്റയിൽ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. അരീക്കര ഇല്ലം ജയൻ ഇളയത്, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ദേശ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. സ്കൂളിലെ ആദ്യ SSLC ബാച്ചായ 1970-71 വിദ്യാർത്ഥികളുടെ സംഗമമാണ് നടന്നത്. MCM താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ PA മുഹമ്മദ്, ജബ്ബാർ മൗലവി, PTA പ്രസിഡന്റ് CB അബ്ദുൽ സമദ് എന്നിവർ സംസാരിച്ചു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബെറ്റ് സെയ്ദ് അഗതി മന്ദിരത്തിലെ അംഗങ്ങൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചു. KPGD ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ നായർ, ശൈലജ വിശ്വനാഥൻ, അഡ്വക്കേറ്റ് രാഹുൽ എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ 1987 SSLC ബാച്ച് 7ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ EG സജിമോൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TP മനീഷ് അധ്യക്ഷത വഹിച്ചു. രഘുരാമത്ത്, അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, ശ്രീനാഥ് പോണത്ത്, MA അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുപ്പിറവിയുടെ ഓർമ്മകൾ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഭക്തി നിർഭരമായി ദേവാലയങ്ങളിലെ പാതിരാ കുർബാന. ചാലക്കുടിയിൽ 2 അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. പുഷ്പഗിരിയിൽ ബൈക്ക് തോട്ടിലേക്ക് വീണും കാടുകുറ്റിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞുമാണ് അപകടം. ചേലക്കരയിൽ മധ്യവയസ്കൻ മരിച്ചത് പന്നിയെ കുരുക്കാൻ വെച്ച കിണിയിൽ നിന്നും ഷോക്കേറ്റ്. 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. വല്ലങ്ങിപ്പാറ മുണ്ടാരപ്പള്ളി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. എരമംഗലം കുമ്മിപ്പാലം ബണ്ട് തകർന്ന് 200 ഏക്കർ കൃഷി നശിച്ചു. 5 മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ബണ്ടാണ് തകർന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.